ഹിന്ദി ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നാളെ 8ാം ക്ലാസ്സിന്റെ എക്സാം ആണ്. 8ാം ക്ലാസ്സുകാർക്ക് ഈ ഒരു ആനുവൽ എക്സാമിന് ആദ്യം മുതൽ തന്നെ എല്ലാ ചാപ്റ്റേഴ്സിനും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ സെക്കൻഡ് പാർട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എന്നാലും ആദ്യത്തെ ചാപ്റ്റേഴ്സ് ആയ ശ്യാംഷാ അക്ബർ കോ കോൺ സിഖായേഗ എന്ന ചാപ്റ്ററും സുഖദുഃഖ എന്ന ചാപ്റ്ററും നിങ്ങൾ മറന്നു പോകരുത്. കൂടെ തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് പിതാക്കാ പ്രായശ്ചിത്ത് എന്ന ചാപ്റ്ററും. അപ്പൊ ഈ ഒരു ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ നമുക്ക് 4 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതിനു മുമ്പേ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ ആരെങ്കിലും ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കൂടെ എന്നാൽ തന്നെയാണ് മിസ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ കിട്ടുള്ളൂ. മറന്നു പോകരുതേ. ഓക്കെ, അപ്പൊ നമ്മൾ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഡയറിയാണ്. എല്ലാവർക്കും അറിയാം, നമ്മൾ രമണി അഡ്കുരിയുടെ ബാത്തൂസ് മംഗൾവാർക്കി എന്ന ചാപ്റ്ററിൽ നമ്മൾ ഡയറി എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ഡയറികൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് പത്രം. ഇവിടെ പിതാക്കാ പ്രായശ്ചിത്ത് എന്ന ചാപ്റ്ററിൽ നിന്നാണ് കൂടുതലും പത്രം വരിക. പിന്നെ ഏറ്റവും അവസാനം നമ്മൾ പഠിച്ച ഖൂബ്സൂരത് അനുഭൂതി ഹെ എവറസ്റ്റ് എന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, അതിൽ സന്തോഷ് യാദവിനെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു കത്ത് എഴുതാൻ പറഞ്ഞിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ കണ്ടു പ്രീവിയസ് ഇയറിന്റെ. അപ്പൊ അതും കൂടി ഒന്ന് നോക്കി വെച്ചേക്കാം. എങ്ങനെയാണ് പത്രം എഴുതേണ്ടതെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലെ? സ്ഥാൻ താരീഖ് എഴുതണം, പ്രിയ മിത്ര എഴുതണം. അതിന് ശേഷം നമ്മൾ അവരോട് എങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കണം അല്ലെ, സുഖാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കൈസേഹോ ടീക്ക് ഹേന ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞ ശേഷം അടുത്ത ഒരു പാരഗ്രാഫിൽ നമ്മൾ കാര്യങ്ങൾ എഴുതാം. എന്തിനാണ് നമ്മൾ ആ കത്ത് എഴുതുന്നത്, പിന്നെ ആ കത്ത് നമ്മളൊന്ന് വൈൻഡപ്പ് ചെയ്യുക, കൺക്ലൂഡ് ചെയ്യുക. അപ്പൊ അവിടെ നമ്മൾ ആർക്കാണ് എഴുതുന്നത് എന്നുള്ളതിന്റെ അഡ്രസ്സ് എഴുതണം. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഫോർമാറ്റ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പോസ്റ്റർ നമുക്ക് ഷുവറാണ് ഏത് പാർട്ടിൽ നിന്ന് വരിക, ജൽബാങ്ക് എന്ന ചാപ്റ്ററിൽ നിന്നാണ് വരിക. ആ കൂടെ തന്നെ അതിൽ നമുക്കൊരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ലഘു ലേഖ് ലിഗേം എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടെ വരും. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പാനിക മഹത്വം ഇതാണ് വിഷയം വരിക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ബാത്ചീത്ത് ആണ്. ബാത്ചീത്ത് അഥവാ വാർത്താലാപം, സംഭാഷണം തയ്യാറാക്കാൻ നമ്മുടെ സപ്തമന്റെ പാഠത്തില് അല്ലെ ഇന്ദ്രധനുഷ് ധർത്തി പർ ഉത്തര എന്ന ചാപ്റ്ററിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വാർത്താലാപം എഴുതി പഠിച്ചിട്ടുണ്ട്. അതുകൂടെ ഒന്ന് നോക്കിയേക്കാം. അതിനുശേഷം നമുക്ക് വരാനുള്ള ഏറ്റവും ലാസ്റ്റ് നമ്മൾ പഠിച്ച സഫേദ് കൂട് എന്ന ചാപ്റ്ററിന് ആ ആൺകുട്ടിയുടെ ഡയറി ചോദിക്കാം. കൂടെ തന്നെ നമ്മൾ പഠിച്ച ചാപ്റ്റർ ഉണ്ടല്ലോ, ലാസ്റ്റ് പഠിച്ച സന്തോഷ് യാദവിന്റെ ആ ചാപ്റ്ററിന് നമുക്ക് ഒരു സമാചാർ റപ്പട്ട് 4 മാർക്കിന് ചോദിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ സഹി മിലാൻ കരയും ചോദിക്കും. സഹി മിലാൻ കരയും കഴിഞ്ഞിട്ട് ഈ ചാപ്റ്ററിൽ ഏതെങ്കിലും ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് 4 സെന്റൻസ് എഴുതാനുണ്ടാവും. സഹി 4 പ്രസ്താവ് ചുൻകർ ലിഖേ എന്ന് പറഞ്ഞിട്ട് ഈ 4 പ്രസ്താവ് ചുൻകർ ലിഖേ എന്ന് പറയുമ്പോൾ അവിടെ 6 സെന്റൻസ് തന്നിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ 4 സെന്റൻസ് ആൻസർ എഴുതാവൂ, മറന്നു പോവരുത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് കവിതാംശിക ആശയ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള കവിതകൾ സുഖദുഃഖുണ്ട്, ഇസ് ബാരിഷ്മേം എന്ന കവിതയുണ്ട്, ബർത്തോൾഡ് ബ്രെക്ത്തിന്റെ ഡോക്ടർ കെ നാം മസ്തൂർ കാ പത്ര എന്ന കവിതയുണ്ട്. അപ്പൊ ഈ കവിതകളൊക്കെ എഴുതിയത് ആരാണെന്ന് പഠിക്കണം അല്ലെ? ഇത് അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ അവിടെ തന്നിരിക്കുന്ന 4 വരിയുടെ ആശയാണ് നമ്മൾ അവിടെ ആൻസർ ആയിട്ട് എഴുതാൻ പോകുന്നത്. അപ്പൊ അത് മറന്നു പോവരുത്, ആരും വിട്ടുപോകരുത്. അത് കൃത്യമായിട്ട് നമ്മൾ അത് അവിടെ എഴുതി വെച്ചേക്കണം. ഇത്രയും 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള പിന്നെ ചോദിക്കാം നമ്മളോട് 1 വേർഡ് ക്വസ്റ്റ്യൻസ്. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാ ചോദിക്കാം? ഒന്ന് സമാനാർത്ഥി ശബ്ദ ചുൻകർ ലിഖേൻ ചോദിക്കും. സമാനാർത്ഥി ശബ്ദ നമ്മൾ നോട്ടിൽ ഓരോ ചാപ്റ്ററിനും ഹിന്ദി സമാനാർത്ഥി ശബ്ദം എഴുതിയിട്ടില്ലേ, അതാണ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. അത് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളോട് ചോദിക്കാം നമൂനയ്ക്ക് അനുസാർ ബദൽക്കർ ലിഖേം. ഓരോ ചാപ്റ്ററിനും ഇവിടെ നമ്മൾ സബ്ജക്റ്റ് മേം ഹം തു തും വച്ചിട്ട് എഴുതിയിട്ടില്ലേ, അതാണ് നമ്മൾ അതിൽ നമുക്ക് ചോദ്യമായിട്ട് വരാം. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് സർവനാം. സർവനാം എന്ന് പറയുന്നത് അത് 2 രീതിയിൽ ചോദിക്കാം. ഉസ്മേം തന്നിട്ട് ഇസ്കാ സർവനാം കോൺസാഹെ ചോദിക്കാം, അല്ലെങ്കിൽ